ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വിചാരിച്ചു ഞങ്ങൾ നെസ്റ്റോയിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. തൃശ്ശൂർ നെസ്റ്റോയിലാണ്. അപ്പോൾ ഫാമിലി ആയിട്ട് ജസ്റ്റ് വെറുതെ തൃശ്ശൂർ പോയപ്പോൾ അങ്ങനെ കയറിയെന്നുള്ളൂ. അപ്പോൾ അടിപൊളി ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് നെസ്റ്റോയിൽ പോണത് തന്നെ. ജസ്റ്റ് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും അവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചോക്ലേറ്റ്സ്, സ്നാക്സ്, അങ്ങനത്തെ കുറേ പിള്ളേർക്ക് പറ്റിയതും എല്ലാവർക്കും പറ്റിയ സംഭവങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. പീനട്ട് ബട്ടേഴ്സൊക്കെ കുറേ ഉണ്ടായിരുന്നു. നല്ല ബ്രാൻഡുകളൊക്കെ ഉള്ള പീനട്ട് ബട്ടേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഫിഷ്, ചിക്കൻ, അങ്ങനത്തെ കുറേ ഐറ്റംസും ഉണ്ടായിരുന്നു. നല്ല വെറൈറ്റീസ് ആയിട്ടുള്ള ജ്യൂസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇവിടെ ആപ്പിൾ ഫിസ്, ഫ്രൂട്ടി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ ഇവിടെ വേറെ വെറൈറ്റി സംഭവം ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ബിഗ് ബോസിൽ കൂടുതൽ കാണിക്കുന്ന ഈ സ്കീ ഐസ്ക്രീമും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട്. അതിൽ എപ്പോഴും സ്കീ ഐസ്ക്രീം പറയാനുണ്ട്. അപ്പോൾ അതിൻ്റെ കുറേ ഫ്ലേവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയിൽ തന്നെ കേട്ടോ അവർ അറേഞ്ച് ചെയ്തിട്ടുള്ള നല്ലൊരു വൈബാണ്. ഒരു ആംബിയൻസ് ഒക്കെ ഉണ്ട്. നമുക്ക് ഷോപ്പിംഗ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉള്ള അടിപൊളി ആംബിയൻസും അവർ വെച്ചിരിക്കുന്നത് തന്നെ നല്ല നമുക്ക് വാങ്ങിക്കാൻ തോന്നുന്ന രീതിയിലാണ് അവരതങ്ങനെ വെച്ചിട്ടുള്ളത് തന്നെ. പിന്നെ അവിടെ ഇങ്ങനെ കുറേ നടന്ന് വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഈ ബേക്കറി സെക്ഷനിൽ നല്ല രസമുള്ള കേക്കുകളൊക്കെ ഉണ്ടായിരുന്നു. ടേസ്റ്റ് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. കാണാത്ത തരത്തിലുള്ള മറ്റേ ക്രൊസാൻ അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഉണ്ടായിരുന്നുണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്കാണ് പോയത്, അതായത് ഫുഡിൻ്റെ ഐറ്റത്തിലേക്കാണ് കേട്ടോ. അവിടെ അടിപൊളി സാലഡ്സും എന്തൊക്കെയോ സാധനങ്ങളുണ്ടായിരുന്നു. ഒക്കെ വാങ്ങാൻ തോന്നും, പക്ഷെ നമ്മൾ അത് കൺട്രോൾ ചെയ്യാണ്. കേക്ക്, പേസ്ട്രീസ്, അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. പിന്നെ ബേക്കറി ഐറ്റംസ് തന്നെ. ബേക്കറി മീൻസ് നമ്മൾ ചായക്കടിക്ക് കഴിക്കുന്ന സാധനങ്ങൾ കുറേ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഹണി കേക്കും ഡ്രീം കേക്കും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കി അതൊന്നും വാങ്ങിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ബിരിയാണി, നെയ്ച്ചോറ്, കുറേ കറികളൊക്കെ ഉണ്ടായിരുന്നു. നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ തന്നെയാണ് ഇവർ കറികളൊക്കെ വെച്ചിട്ടുള്ളത്. അവിടെ മുകളിൽ ഫുഡ് കോർട്ടും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് വേണമെങ്കിൽ മുകളിൽ പോയിട്ട് സമാധാനമായിട്ട് കഴിക്കാൻ പറ്റും. കാരണം വെറൈറ്റി ആയിട്ടുള്ള കറികളും ഫുഡ് ഐറ്റമാണ് കാണാൻ പറ്റിയത്. പിന്നെ ഇതുപോലത്തെ സാലഡ് സെക്ഷൻസ് ഉണ്ടായിരുന്നു. അതിന് ശേഷം ഞങ്ങൾ പിന്നെ മുകളിലേക്ക് പോയി. അവിടെ ഇലക്ട്രോണിക് സംഭവങ്ങളൊക്കെ ആയിരുന്നു. വീട്ടിലേക്ക് ആവശ്യമുള്ള ഇലക്ട്രോണിക്സ്, പാത്രങ്ങൾ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരുന്നു. നല്ല ഭയങ്കര പ്ലേറ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പിള്ളേർക്ക് പറ്റിയ ടോയ്സ്, പിന്നെ സ്കൂൾ തുറക്കാറില്ല, അപ്പോൾ അതിൻ്റെ കുറേ അവരുടെ ബുക്സ് കാര്യങ്ങളുണ്ടായിരുന്നു. ഹോം ഡെക്കറിന് പറ്റിയിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. ഇതൊക്കെ ആയിരുന്നു മുകളിലത്തെ സെക്ഷനിൽ ഉണ്ടായിരുന്നത്. പിന്നെ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ഒരു ചെറിയ സെക്ഷനായിരുന്നു. മേക്കപ്പ് പ്രൊഡക്ട്സിൻ്റെ കുറച്ച് സെക്ഷൻ ഉണ്ടായിരുന്നു. അത് വലുതായിട്ടൊന്നുമില്ല, ഈ 2 സെക്ഷൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഡ്രസ്സസ് ആയിരുന്നു. അതിൻ്റെ മുകളിൽ പിന്നെ ഡ്രസ്സായിരുന്നു. അത് ബോയ് സെക്ഷനും ഉണ്ട്, പിന്നെ ഗേൾ സെക്ഷനും ഉണ്ട്. നല്ല കുഴപ്പമില്ലാത്ത ഒരു കളക്ഷൻ എനിക്ക് കാണാൻ പറ്റി അവിടെ. നമ്മൾ സ്റ്റുഡിയോയിൽ എപ്പോഴും സ്റ്റുഡിയോ ആ ഭാഗത്ത് പോകുന്നത്, അപ്പോൾ എല്ലാവരുടെയും ഏകദേശം ഒരേ കളക്ഷനൊക്കെ കാണാൻ പറ്റുന്നത്. പക്ഷെ ഇവിടെ പോയപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഷർട്ടും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റി. മെൻസിലാണ് ഒന്നും കൂടി എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടത്. കിഡ്സ് സെക്ഷനും ഉണ്ടായിരുന്നു. അവിടെ ഒന്നും അങ്ങനെ പരതിയില്ല. പിന്നെ ഇങ്ങനെ കൂളിംഗ് ഗ്ലാസ് കണ്ടപ്പോൾ അതൊക്കെ ഒന്ന് വെച്ച് നോക്കി. നല്ല രസമുള്ള ക്യൂട്ടായിട്ടുള്ള സംഭവങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ്, കൊറിയൻ ടൈപ്പ് നല്ല ഓർണമെൻറ്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് കൊറിയൻ എന്ന് പറയുന്ന അവരുടെ ക്യൂട്ട് സാധനങ്ങളില്ലേ, അതൊക്കെ ഇവിടെ കാണാൻ പറ്റി. നല്ല രസമുണ്ടായിരുന്നു. എല്ലാ മാലയും അവിടെ ആക്സസറീസൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ആർക്കെങ്കിലും വാങ്ങണമെങ്കിൽ അവിടെ പോയിട്ട് വാങ്ങാമെന്നാണ്. പിന്നെ ഗേൾസിൻ്റെ സെക്ഷനായിരുന്നു. കുഴപ്പമില്ല, ഒരു വെറൈറ്റി ഓഫ് ഡ്രസ്സസൊക്കെ കാണാൻ പറ്റി എനിക്ക്. പിന്നെ നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ഷൂ, അങ്ങനത്തെ ചപ്പൽ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം മെന്നിൻ്റെയും വുമൻ്റെയും ഉണ്ടായിരുന്നു. അധികം അങ്ങനെ കളക്ഷനൊന്നുമില്ല. ഒരു കുഴപ്പമില്ലാത്ത കളക്ഷനൊക്കെ ആയിരുന്നു. സാധാ വലിയ വെറൈറ്റീസ് ഒന്നും എനിക്ക് അങ്ങനെ കാണാനൊന്നും പറ്റിയില്ല. പിന്നെ ബാഗിൻ്റെ സെക്ഷൻ ഉണ്ടായിരുന്നു. അവിടെ ഇതുപോലെ തന്നെ കുഴപ്പമില്ല, അധികം അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളും കാണാൻ പറ്റിയില്ല. അങ്ങനെ അതൊക്കെ കണ്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.